സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനായിട്ട് കേരള പോലീസിന് അല്പം മടി. നമുക്കറിയാം, സിദ്ദിഖിന് ജാമ്യം ലഭിക്കില്ല എന്ന് എല്ലാവരും കരുതിയത്. സുപ്രീം കോടതിയിൽ പോയി 2 ആഴ്ച അറസ്റ്റ് തടഞ്ഞു. 2 ആഴ്ചത്തിന് ജാമ്യം തന്നെയാണ്. സുപ്രീം കോടതിയിലെ ഈ ഡയറക്ഷൻ വന്ന ശേഷം ഇതുവരെ സിദ്ദിഖ് എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കൊച്ചിയിലെ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് ഞാൻ കണ്ടു. പക്ഷേ സിദ്ദിഖ് എവിടെയായിരുന്നു ഇത്രയും ദിവസം? അത് ഒരു ചാനലുകാർക്കും പത്രക്കാർക്കും കണ്ടെത്താനോ പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും ഞാൻ അന്ന് പറയുന്നുണ്ട് സിദ്ദിഖ് വിദേശത്തായിരുന്നു എന്ന്. എന്തായാലും ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം കേരള പോലീസ് വേണമെങ്കിൽ സിദ്ദിഖിനെ നോട്ടീസ് കൊടുത്തി വരുത്തി ചോദ്യം ചെയ്യാം. പക്ഷേ ആ ഒരു ചോദ്യം ചെയ്യൽ കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. കസ്റ്റഡി എടുത്ത് ചോദിക്കാൻ പറ്റില്ല. 2 ആഴ്ചത്തെ ജാമ്യത്തിൽ നിൽക്കുകയാണ്. ഇനി സുപ്രീം കോടതി അടുത്ത ദിവസം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കേൾക്കുന്നിടം വരെ കേരള പോലീസ് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സിദ്ദിഖിൻ്റെ പ്രായം 60 കഴിഞ്ഞ മനുഷ്യനാണ്. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് കേരള പോലീസിന് അറിയില്ല. അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയ ശേഷം മാത്രമേ ചോദ്യം ചെയ്യാവുള്ളൂ. പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നല്ല ടെൻഷൻ അനുഭവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എന്തെങ്കിലും അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു ബോധക്കേടോ അല്ലെങ്കിൽ ടെൻഷൻ കൂടിയിട്ട് ഒന്ന് ചെരിഞ്ഞ് വീഴുകയൊക്കെ ചെയ്താൽ അത് പോലീസിന് വലിയ ദൂഷ്യം ചെയ്യും. കാരണം സുപ്രീം കോടതി ജാമ്യം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ആ സമയത്ത് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് തന്നെ സുപ്രീം കോടതി പറയേണ്ടി വരും. അത് ആ SITയിൽ ആരാണ് ആ കേസ് അന്വേഷിക്കുന്നത്, ആ SP സമാധാനം പറയേണ്ടിയും വരും. അതുകൊണ്ട് തൽക്കാലം ആ കേസിലെ പ്രതിയായ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധിയെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഫൈനൽ ഡിസിഷൻ വരട്ടെ, എന്നിട്ട് ഇതേപ്പറ്റി ചോദ്യം ചെയ്യലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന തീരുമാനിച്ചാൽ മതിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ കേസിൻ്റെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. അതേസമയത്ത് ആ ഭാഗങ്ങളെല്ലാം പോലീസ് സ്പെഷ്യൽ ടീം അന്വേഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രതിയെ ചോദ്യം ചെയ്യണം. എന്തെങ്കിലും റിക്കവർ ചെയ്യാനുണ്ടെങ്കിൽ 27 റിക്കവറി ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ചില ഭാഗങ്ങൾ ഏകദേശം ഒരു 75% അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു 25% മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ധൃതി പിടിക്കേണ്ട. സുപ്രീം കോടതിയുടെ ഫൈനൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം സിദ്ദിഖിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കുട്ടി ഒരെണ്ണം മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പിതാവാണ്. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ അതിനോട് സ്നേഹവും വാത്സല്യമുള്ള കുട്ടിയാണ്. അപ്പോൾ അതിനുണ്ടായ ആ ദുര്യോഗം തീർച്ചയായിട്ടും പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരായി അതിജീവിത ഈ കേസുമായിട്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന് വലിയ ഷോക്കായിട്ടുണ്ട് അത്. അപ്പം മാനസികമായി തകർന്നിട്ടുണ്ട്. അതുതന്നെയല്ല, അദ്ദേഹത്തിന് ആ ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇല്ലയോ ഒന്നും പോലീസിന് അറിയില്ല. ചാടിക്കേറി അദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അതുതന്നെയാണ്. അതുതന്നെയല്ല, സുപ്രീം കോടതിയുടെ നിരീക്ഷണം ആ മുൻകൂർ ജാമ്യം 2 ആഴ്ച കൊടുത്തുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2016 കേസാണ്. ഏകദേശം 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും പഴയ ഒരു കേസിനകത്ത് എന്തിനാണ് ഒരു പ്രതിയെ പോലീസ് ഹരാസ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. സുപ്രീം കോടതിയിലെ ഇതുപോലെയുള്ള ധാരാളം കേസുകൾ ജാമ്യത്തിനൊക്കെ വന്നിട്ടുണ്ട്. അന്ന് എന്തുകൊണ്ട് ആ വിക്ടീം അല്ലെങ്കിൽ അതിജീവിത പരാതിപ്പെടുന്നില്ല? എന്തുകൊണ്ട് പരാതിപ്പെടാൻ താമസിക്കുന്നു? 2016 ഉണ്ടായ ഒരു സംഭവം ഇപ്പോഴാണോ പറയുന്നത്? അതിങ്ങനെയുള്ള ധാരാളം കേസുകൾ സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനൊരു ക്ലിയറായ ഒരു ഡയറക്ഷൻ എന്തായാലും സുപ്രീം കോടതി ഉണ്ടായേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കേസുകളിൽ പോലീസ് എന്ത് തന്ത്രം സ്വീകരിക്കണം? ഏതായാലും ഒരു ഒഫൻസായിട്ട് തന്നെ കിടക്കുകയാണ്. എത്ര വർഷം കഴിഞ്ഞാലും ആ ഒഫൻസ് നിലനിൽക്കും. പക്ഷേ അതിന് ഒരു ഫ്രഷ് ഒഫൻസ്, അതുപോലെ കുറച്ച് ക്രൂരമായ ഒഫൻസുകളൊക്കെ
അന്വേഷിക്കുന്ന പോലെ തന്നെ അത്രയും തീവ്രത വേണമോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഏതായാലും അത് വളരെ സ്ലോയിലെ ലാഘബുദ്ധിയോടെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്ന് മാത്രമേ ഈ ഡിലേഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കേസുകളിൽ പോലീസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും 2019 മുതൽ ഈ അതിജീവിത പല പരാതികളും കൊടുക്കുന്നതായിട്ടാണ് ആ സുപ്രീം കോടതി ജാമ്യത്തിന് മൂവ് ചെയ്തപ്പം അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വക്കീൽ വാദിച്ചത്. ഓൾഡ് കേസാണ്, 2016 കേസാണ്. രണ്ടാമത് 2019 ഈ അതിജീവിത പല രീതിയിലുള്ള പെറ്റീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഈ റേപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയണം. FIR എടുത്തപ്പം മാത്രമാണ് റേപ്പിൻ്റെ കാര്യം പറയുന്നതെന്നും ആണ് ഒരു വാദഗതിയും. മുൻകൂർ ജാമ്യം കേരള ഹൈക്കോടതി തള്ളി. സിദ്ദിഖിന് ജാമ്യമില്ലാതെ സിദ്ദിഖ് ഒളിവിൽ പോകാതെ രക്ഷയില്ല. കാരണം പോലീസ് അറസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും റിമാൻഡിൽ പോകും. അത് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പിന്നെ ജാമ്യത്തിന് പോയാൽ നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ അഡ്വൈസ് കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് പിന്മാറി. ഈ ഹൈക്കോടതിയിലെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന് തലേദിവസം തോന്നിയിട്ടുണ്ടാവും, തലേദിവസം തന്നെ മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും സിദ്ദിഖിൻ്റെ മകന് സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു, അവരുടെ വക്കീൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ അവിടെ അഡ്വക്കേറ്റ്സും അവിടെ രംഗത്ത് വന്നു, അതിജീവിതയുടെ അഡ്വക്കേറ്റും രംഗത്ത് വന്നു. അവരെല്ലാം ഇതിനോട് എതിർപ്പ് അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ചില വാദമുഖങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചു. സുപ്രീം കോടതി ചോദിച്ച് നിങ്ങൾക്കെന്താണ് ഇതിനകത്ത് കാര്യം? കാരണം അങ്ങനെ ഒരു ഒബ്ജക്ഷൻ പറയുന്നത് ശരിയല്ല, അത് സുപ്രീം കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഈ കേസിലെ പ്രതി അവിടെ വന്നപ്പം അതിനെപ്പറ്റി ഒരു ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഹർജി കൊടുക്കുന്നത് തന്നെ നിയമപരമായി ശരിയല്ല എന്നുള്ള രീതിയിൽ ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഇന്ത്യയിലെ ഇതുപോലെ പഴയ ഓൾഡസ്റ്റ് കേസുകൾ പലതും പിന്നീട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് 354 IPC 376 ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വാദഗതിയും പല കേസിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. ചില കേസിനകത്ത് അത് ശരിയായെന്ന് സുപ്രീം കോടതിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ നടൻ തന്നെയാണ് സിദ്ദിഖ്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഭാരവാഹിയായിരുന്നു, ഒളിച്ചോടാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കണം എന്നുള്ള വാദഗതിയും സുപ്രീം കോടതി നിരത്തുകയുണ്ടായി. എന്തായാലും കോടതി അതെല്ലാം പരിഗണിച്ചു. ഏതായാലും വാദഗതികൾ ഇരുഭാഗത്തെയും കേട്ടു എങ്കിലും അത് കൂടുതൽ വിശദീകരിച്ചുള്ള വാദമുഖങ്ങൾ കേൾക്കാം, അതിന് സമയം വേണം. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട, അദ്ദേഹത്തിന് 2 ആഴ്ചത്തേന് മുൻകൂർ ജാമ്യം കൊടുത്തു. ഇനി പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞ് മാത്രമേ നടക്കുകയുള്ളൂ. ചുരുക്കത്തിൽ 1 മാസം കഴിഞ്ഞ് മാത്രമേ ഈ സുപ്രീം കോടതിക്ക് ഈ കേസിൻ്റെ വാദഗതി കേൾക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പോലീസ് ഇതിനകത്ത് അതേ രീതിയിലോട്ട് എടുത്തു ചാടി ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ഒരു ക്വസ്റ്റ്യനിങ്ങിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അത് വളരെ സൂക്ഷിക്കണം. കാരണം കസ്റ്റഡിയിൽ പോലീസ് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തിയാൽ അതൊരു കസ്റ്റഡി തന്നെയാണ്, പോലീസ് കസ്റ്റഡി തന്നെയാണ്. ആ സമയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മോകാലിസ്യമോ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഉത്തരവാദിത്തം ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SP-ക്ക് ഉണ്ടായിരിക്കും. അത് സുപ്രീം കോടതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയും വരും.